വയനാട് മുണ്ടക്കയിൽ ഉരുൾപൊട്ടലിൽ ജീവൻ പൊലിഞ്ഞ തോട്ടം തൊഴിലാളികളടക്കമുള്ള ആളുകളുടെ വിയോഗത്തിൽ വണ്ടിപ്പെരിയാർ മൂങ്കിലാർ ഹാരിസൺ മലയാളം പ്ലാന്റേഷനിലെ തൊഴിലാളികൾ ഒരു ദിനം ജോലി മുടക്കി അനുശോചിച്ചു. വയനാട് ചൂരൽമലയിലും മുണ്ടക്കയിലും HML പ്ലാന്റേഷൻ വക തേയിലത്തോട്ടത്തിൽ ജോലിക്കാരായ തൊഴിലാളികളും ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരണമടഞ്ഞിരുന്നു. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഗോൾഡ് എന്നും സ്വന്തം. ഒരെണ്ണം കൂടി വാങ്ങായിരുന്നു. വയനാട് മുണ്ടക്കയിലുണ്ടായ ഉരുൾപൊട്ടലിൽ ജീവൻ നഷ്ടപ്പെട്ട 290ഓളം പേരിൽ വയനാട് ചൂരൽമല, മുണ്ടക്കൈ എന്നിവിടങ്ങളിൽ ഹാരിസൺ മലയാളം പ്ലാന്റേഷൻ വക എസ്റ്റേറ്റ് തൊഴിലാളികളും ഉണ്ടായിരുന്നു. പ്രകൃതി ദുരന്തം കവർന്ന മറ്റ് ജീവനുകൾക്കൊപ്പം ഒരേ മേഖലയിൽ ജോലി ചെയ്തു വരുന്ന തങ്ങളുടെ സഹപ്രവർത്തകർക്ക് കൂടിയാണ് വണ്ടിപ്പെരിയാർ മൂങ്കിലാർ ഹാരിസൺ മലയാളം പ്ലാന്റേഷനിലെ തൊഴിലാളികൾ ഒരു ദിനം തൊഴിൽ മുടക്കി ഇവരുടെ ആത്മാക്കൾക്ക് ശാന്തി ലഭിക്കുന്നതിനായി അനുശോചനം നടത്തിയത്. കരിങ്കൊടിയേന്തി മൗനജാഥയോടെയാണ് അനുശോചന യോഗം സംഘടിപ്പിച്ചത്. മൗനജാഥ 1ാം ഡിവിഷനിൽ സമാപിച്ചതോടെ അനുശോചന യോഗം ആരംഭിച്ചു. PGT യൂണിയൻ ജനറൽ സെക്രട്ടറി M തങ്കതുരൈ, പീരിമേട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് റോബിൻ കാരക്കാട്ട് തുടങ്ങിയവർ ഉരുൾപൊട്ടലിൽ ജീവൻ പൊലിഞ്ഞവർക്കായി അനുശോചനം അറിയിച്ച് സംസാരിച്ചു. നൂറുകണക്കിന് ആളുകൾ മരണപ്പെട്ടതിൻ്റെ വേദനയിലും ദുഃഖത്തിലുമാണ് നമ്മളെല്ലാവരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് വയനാടിൻ്റെ ദുഃഖമല്ല, കേരളത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു ദുഃഖമാണ്. കേരളത്തിൻ്റെ ഈ ദുഃഖത്തിൻ്റെ ഭാഗമാകുവാൻ, വേദനയുടെ ഭാഗമാകുവാൻ ഇന്ത്യ മഹാരാജ്യത്തിലെ മറ്റ് സംസ്ഥാനങ്ങളുമൊക്കെ അങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തൊഴിലാളി സുഹൃത്തുക്കളെ സംബന്ധിച്ചിടത്തോളം അവിടെ ഞായറാഴ്ച കുടുംബാംഗങ്ങളോടൊപ്പം വളരെ സന്തോഷത്തോടു കൂടി കഴിഞ്ഞിരുന്ന ഒരു സാഹചര്യത്തിലാണ് അവർ ഭക്ഷണമൊക്കെ കഴിച്ച് ഉറങ്ങുന്ന നേരത്ത് വളരെയധികം ഭീകരതയോടുകൂടി ഉണ്ടായ ഒരു ഉരുൾപൊട്ടൽ അവിടെ താമസിച്ചിരുന്ന, അധിവസിച്ചിരുന്ന ആളുകളെ ഒഴുക്കിക്കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം. എല്ലാം இந்த கடினமான வனப்பிரதேசமும் கடினமான முறையில் மழை பெய்து கொண்டிருக்கக்கூடிய சந்தர்ப்பத்திலும் மக்களை காப்பாற்றுவதற்கான வேலைகளில் கேரள மாநிலத்தில் இருக்கக்கூடிய மாநில அரசும் மத்திய அரசினுடைய பட்டாளம் உள்பட எல்லா நிர்வாகத்தையும் உபயோகப்படுத்தி சிறப்பான முறையில் நிவாரணப் பணிகள் நடைபெறும். அதனுடைய பாகமாய் ஏதாண்டு கிட்டத்தட்ட 1800க்கும் அதிகமான மக்களை காப்பாற்றுவதற்கு இந்த காலையளவில் நாம் நடத்தப்படக்கூடிய நிவாரணப் பணிகள் வഴി முடிந்திருக்கிறோம். വാർഡ് മെമ്പർ V ശിവൻകുട്ടി, PTT യൂണിയൻ ഭാരവാഹി R രാമരാജ്, കോൺഗ്രസ് നേതാവ് ജോൺസൺ എന്നിവർ തൊഴിലാളികളെ പ്രതിനിധീകരിച്ച് അനുശോചനം അറിയിച്ച് സംസാരിച്ചു. ഉരുൾപൊട്ടലിൽ ജീവൻ പൊലിഞ്ഞ സഹപ്രവർത്തകരുടെ ആത്മശാന്തിക്കായി തൊഴിലാളികൾ നിമിഷങ്ങളോളം പ്രാർത്ഥന നിരതരായി. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.